Recording. ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ 113-ാമത്തെ സെഷനാണിന്ന്. ഇന്നത്തെ വിഷയം കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് ആണ്. പൊതുവെ മാനസികമായ തലത്തിൽ ചിന്തിക്കുമ്പം ചിന്തകളിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, പ്രത്യേകിച്ച് നെഗറ്റീവ് ചിന്തയെ കൂടുതൽ സ്വീകരിക്കുന്ന ഒരു രീതി, അത് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് മാനേജ് ചെയ്യാം എന്നാണ് ആന്റണി സാറിന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, അതോടൊപ്പം ആന്റണി സാറിനെയും. ആന്റണി സാർ, യു ആർ വെൽക്കം. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. ഗുഡ് ഈവനിങ് ടു എവരിബഡി ആൻഡ് വെൽക്കം. ഞാൻ എല്ലാ ദിവസവും സൂചിപ്പിക്കുന്നു, എല്ലാ ആഴ്ചയിലും സൂചിപ്പിക്കുന്ന പോലെ നമ്മളുടെ ഈ വർഷത്തെ 14-ാമത്തെ ക്ലാസ് ആണ്. റീസെറ്റ്, റിലീസ്, റീഅലൈൻ ആൻഡ് റീഗെയിൻ എന്നുള്ള ആ ഒരു മോട്ടീവ് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മളുടെ ഓരോ ക്ലാസ്സുകളും മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് ത്രൂ മൈൻഡ്ഫുൾനെസ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് നമ്മൾ കുറെ പ്രായമായി സീനിയർ സിറ്റിസൺസ് എന്നൊക്കെ അറിയപ്പെടുന്നവരായിരിക്കും പലരും. നമ്മളുടെയൊക്കെ പ്രായത്തിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലൊന്ന് പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഒരു കുറ്റബോധത്തിൻ്റെതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകാം. എന്താണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഞാൻ അങ്ങനെ പറയാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ അങ്ങനെ വിചാരിക്കാതിരുന്നെങ്കിൽ, ഒരു പക്ഷേ ഞാൻ അങ്ങനെ പ്രതികരിക്കാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് നമുക്കൊക്കെ തോന്നുന്ന ഒരു അവസരം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. ഇത് നമ്മളുടെ മാത്രമല്ല, മനുഷ്യരുടെ മുഴുവനും ഒരു ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ ഒരു ചിന്തയാണ്. ഒരു കൊച്ചു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി കരഞ്ഞത്, വാശി പിടിച്ചത്, വഴക്കുണ്ടാക്കിയത്, ഇതൊക്കെ ആ കുഞ്ഞിനെ സംബന്ധിച്ച് ഒരുപക്ഷെ കുഞ്ഞത് ഓർക്കുന്നില്ലായിരിക്കും. എങ്കിലും ചിലപ്പോൾ ചില മാതാപിതാക്കന്മാരുടെ പെരുമാറ്റങ്ങൾ അത് കഴിയുമ്പോഴേക്കും ആ കുഞ്ഞിന് തോന്നും അത് വേണ്ടായിരുന്നു, അങ്ങനെയല്ലായിരുന്നു പ്രതികരിക്കേണ്ടതെന്ന്. ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് മാറി ചിന്തിക്കുക, വേറൊരു ആംഗിളിലൂടെ കാണുക, വേറൊരു പെർസ്പെക്റ്റീവിൽ നമ്മളുടെ ജീവിതാനുഭവങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളുടെ ചിന്തകളെ, നമ്മളുടെ വൈകാരിക തലത്തെ വേറൊരു തലത്തിൽ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒന്ന് മാറ്റി നോക്കി കാണുക എന്നുള്ളതിനെ കുറിച്ചാണ്. അതാണ് കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രഹണത്തിന്റെ നമ്മൾ ഗ്രഹിക്കുന്ന ഒരു വസ്തുതയെ നമ്മൾ ഗ്രഹിക്കുന്നത് അത് വേറൊരു ആംഗിളിൽ നമ്മൾ കാണാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ നല്ല തീർച്ചയായിട്ടും നമ്മൾ അറിയുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളുടെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ അല്ലെങ്കിൽ ഭൂരിപക്ഷവും നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മളുടേതായ രീതിയിൽ, നമ്മുടേതായിട്ടുള്ള യുണീക്കായിട്ടുള്ള ക്യാരക്ടർ വെച്ച് ഓരോ വസ്തുതകളെ നോക്കിക്കാണുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുന്നു. അത് മിക്കപ്പോഴും അത് തെറ്റിപ്പോകാറുണ്ട്. പക്ഷെ നമ്മൾ ആ തെറ്റിനെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റാരും പറയുന്നില്ല. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, നമ്മൾ മൈൻഡ്ഫുൾനെസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂള് ആയിട്ട് മൈൻഡ്ഫുൾനെസ്സിനെ കണ്ടുകൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന നമ്മളുടെ പ്രത്യേകിച്ച് ഇമോഷണൽ ആയിട്ടുള്ള നമ്മളുടെ ആ വൈകാരിക ചിന്തകളെ ഒരു കോഗ്നിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ, അതിൻ്റെ ഒരു വാസ്തവികതയെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കി അതിനോട് നമുക്ക് ഓരോ വ്യക്തികളോട് നമ്മളുമായിട്ട് ഇടപെടുന്ന സാഹചര്യങ്ങളിൽ, വ്യക്തികളോട്, അതുപോലെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് എങ്ങനെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. അതിന്റെ ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും സുപ്രധാനമായ ടൂൾ എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ആണ്. ഇതുവഴി നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഇമോഷണൽ റെസീലിയൻസ്, അല്ലെങ്കിൽ വൈകാരികമായ ഒരു പ്രശാന്തത നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് അതേക്കുറിച്ചാണ്, അല്ലെങ്കിൽ അതാണ് ഇന്നത്തെ ക്ലാസിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങൾ: വാട്ട് ഈസ് കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ്, വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ്, മൈൻഡ്ഫുൾനെസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ കണക്ഷൻ ബിറ്റ്വീൻ കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് ആൻഡ് മൈൻഡ്ഫുൾനെസ്,
key aspects of cognitive reframing and the role of mindfulness in cognitive reframing and then the benefits ആണ്. ഓക്കെ, നമ്മൾ ഒരുപക്ഷെ പലർക്കും ഞാൻ കരുതുന്നു കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലായി എന്ന് വരികയില്ല എന്താണ് ഈ കോഗ്നീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ തന്നെയും അത് വളരെ ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് കിട്ടുന്നതിന് വേണ്ടി കോഗ്നീഷൻ എന്താണെന്ന് പറയാം. കോഗ്നീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മെന്റൽ പ്രോസസ്സിങ്ങിനെ, ഓൾ കൈൻഡ് ഓഫ് മെന്റൽ പ്രോസസ്സിങ്ങിനെ നമുക്ക് കോഗ്നീഷൻ എന്ന് പറയാം. അതായത് ദൈഷ്ണികമായിട്ടുള്ള ഒരു അറിവ് സമ്പാദനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ് അറിവ് സമ്പാദനത്തിൽ? നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ അറിവ് സമ്പാദിക്കുന്നു, അതിനു വേണ്ടിയിട്ട് അത് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗം എന്ന് നമ്മൾ പറയുന്നത് ഒന്ന് പെർസെപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരു കാര്യം നമ്മൾ ഗ്രഹിക്കുന്നു, ആ കാര്യം ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അറ്റൻഷൻ ആവശ്യമുണ്ട്. അത് നമുക്ക് അത് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മുടെ ഓർമ്മ നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിന് വേണ്ടി നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലാംഗ്വേജ് ആവശ്യമുണ്ട്. അതുപോലെ റീസണിങ് ഉണ്ട്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്. ഇതിനെല്ലാത്തിനെയും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള ഒരു അറിവ് സമ്പാദനത്തിന്റെ ഒരു ഭാഗമാണിത്. അതിനെയാണ് നമ്മൾ കോഗ്നീഷൻ അല്ലെങ്കിൽ ഗ്രഹണം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കോഗ്നീഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില തെറപ്പികളുണ്ട്. അതിലൊന്നാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി. ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ എടുത്തിട്ടുള്ളതാണ് CBT. ദെൻ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറപ്പി MBCT എന്ന് പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് അതിന് മുൻപ് തന്നെയാണ് ആദ്യമായിട്ട് തുടങ്ങിയത് എൻ്റെ അറിവനുസരിച്ച് MBSR ആണ്, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ. അത് MIT-യിൽ, അമേരിക്കയിലുള്ള MIT-യിൽ അവിടെയാണ് ഇത് ആദ്യമായിട്ട് മൈൻഡ്ഫുൾനെസ്സിന്റെ ഈ ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് അവിടെയാണ് ഡെവലപ്പ് ചെയ്തത്, ജോൺ കബാറ്റ്സ് എന്ന് പറയുന്ന ആള്. അപ്പൊ അമേരിക്കയിലുള്ള പല യൂണിവേഴ്സിറ്റികളിലും ഇത് MBSR ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് ഒട്ടനവധി കോഴ്സുകൾ അല്ലെങ്കിൽ തെറപ്പികൾ ഈ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിട്ടുണ്ട്. ദെൻ റാഷണൽ എമോട്ടീവ് ബിഹേവിയർ തെറപ്പി എന്ന് പറയുന്ന REBT ഉണ്ട്. പോസിറ്റീവ് സൈക്കോളജി തെറപ്പി ഉണ്ട്, നറേറ്റീവ് തെറപ്പി ഉണ്ട്, അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറപ്പി ഉണ്ട്, ദെൻ സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറപ്പി എന്ന് പറയുന്ന ഇതെല്ലാം ഈ കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് തെറപ്പികളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനിയാണ് ഞാൻ ആദ്യം പറയുന്നത് വാട്ട് ഈസ് കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്നുള്ളതിന് ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിനെ നിർവചിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയുകയാണ് ചെയ്തത്. ഓക്കെ, കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയാം, എയിംഡ് ടു ഓൾട്ടറിങ് ദ വേ. നമ്മൾ ഒരു വസ്തുതയെ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ഒരു വസ്തുതയെ അല്ലെങ്കിൽ നമ്മൾ കാണുന്നതിനെ, പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നമുക്ക് തരുന്ന ആ ഇൻപുട്ടിനെ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളുടെ ചിന്തകളെ, ഇമോഷൻസിനെ ഇതെല്ലാം മാറ്റുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതല്ല അത് യാഥാർത്ഥ്യമാണ്, ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, ഞാൻ കേൾക്കുന്നത് ഇതല്ല യാഥാർത്ഥ്യമെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നതിനും അങ്ങനെയുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത്, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം ഓരോരുത്തർ പറയുമ്പോഴേക്കും നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്, അല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങൾ നാട്ടിലുള്ളവർക്ക് ഇപ്പം ഞാൻ അതിന്റെ ഉദാഹരണങ്ങളൊന്നും പറയണ്ട, ഓരോ ദിവസവും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ പുറകെ എല്ലാം നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് എന്താണെന്നുള്ളതിനെ കുറിച്ച് വസ്തുതാപരമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിലും ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ, ഞാനിതൊന്നും കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് ഞാൻ അറിയാൻ അധികം ശ്രമിക്കാറില്ല. പക്ഷെ അല്പമൊക്കെ അറിയുന്നുണ്ട്, കാരണം നമ്മളൊരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ആരോട് സംസാരിക്കാറില്ല. എനിക്ക് അതേപ്പറ്റി ഇന്റർപ്രറ്റ് ചെയ്യാൻ ആരുടെ ഭാഗത്താണ് ശരി തെറ്റിയുള്ളതൊന്നും എൻ്റെ വിഷയമല്ല. ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് വസ്തുതകൾ മനസ്സിലാക്കുന്നതിനുള്ള അതിനോടുള്ള ഒരു സമീപനം, ഒരു മാനസിക സമീപനമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് ആൻഡ് മൈൻഡ്ഫുൾനെസ്സുമായിട്ടുള്ള ബന്ധം
വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട് ഈ ഒരു വിഷയവുമായിട്ട്. അത് വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളുടെ ജീവിതത്തെ, നമ്മൾക്ക് ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന്റെ പ്രത്യേകിച്ച് നമ്മളുടെ ചിന്തകളെ, ഇമോഷൻസിനെ എല്ലാം അല്ലെങ്കിൽ സാഹചര്യങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ട് മൈൻഡ്ഫുൾനെസ് ഈ കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്ങിൽ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച എന്താണ് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി തെറപ്പികൾ തന്നെ ഇതിനെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ്. ഒന്നാമത്തേത് കാര്യം പറഞ്ഞ ഒബ്സർവിങ് തോട്ട്സ്. മൈൻഡ്ഫുൾനെസ്സും കോഗ്നിറ്റീവ് തെറാപ്പിയുടെയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒബ്സർവിങ് ദ തോട്ട്സ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. നമ്മൾ പലപ്പോഴും മെഡിറ്റേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഗൈഡഡ് മെഡിറ്റേഷൻ തരുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ, വികാരങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ, അനുഭൂതികൾ, ഇങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നു. അത് മാത്രമല്ല, നമ്മുടെ മാനസികമായിട്ടുള്ള മെന്റൽ ഫോർമേഷൻസ് മാത്രമല്ല, ശാരീരികമായിട്ടുള്ള നമ്മളുടെ സെൻസേഷൻസ്, നമുക്ക് ചുറ്റുമുള്ള സെൻസേഷൻസ്, ശബ്ദങ്ങൾ കേൾക്കുന്നു, അതിനെല്ലാം നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് എന്താണ് വിത്തൗട്ട് ഒബ്സർവ് വിത്തൗട്ട് ജഡ്ജ്മെന്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് രണ്ടും ഇതിന്റെയും എന്താണ് മൈൻഡ്ഫുൾനെസിന്റെയും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയുടെയും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ക്രിയേറ്റിംഗ് എ മെന്റൽ ഡിസ്റ്റൻസ്. ഇത് രണ്ട് കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്ങും അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്സും നമുക്ക് ഈ നമ്മളുടെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ആ വികാരത്തോടനുബന്ധിച്ചുള്ള ചിന്തകളും മാനസികമായിട്ടുള്ള ആ സമീപനങ്ങളും ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു അതിര് നിർണ്ണയിക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ഇവ രണ്ടും നമ്മളെ ഒരു ഒബ്സർവർ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ഞാനൊരു നിരീക്ഷകനാണ് അല്ലെങ്കിൽ നിരീക്ഷകയാണ്. അതുകൊണ്ട് എൻ്റെ റോൾ എന്ന് പറയുന്നത് ഇത് ഞാൻ കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ സ്വന്തമാക്കുക, ഞാൻ അതിൻ്റെ ഒരു ഭാഗമാകുക, ഇതൊന്നും ഇതിൽപ്പെട്ടതല്ല. അപ്പൊ മൈൻഡ്ഫുൾനെസ്സും കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്ങും നമുക്കൊരു ഒബ്സർവർ ആയിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കും. അടുത്തത് റെഡ്യൂസിങ് ഇമോഷണൽ റിയാക്ടിവിറ്റി. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ളവർക്ക് അവരുടെ ആ ഇമോഷണൽ റിയാക്ടിവിറ്റി, എല്ലാത്തിനോടും പ്രതികരിക്കുക, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളതിന് അല്ലെങ്കിൽ ഒരു വശം ചേരുക, അല്ലെങ്കിൽ ഒരു ഭാഗമായി തീർന്ന് അതിനു വേണ്ടി വൈകാരികമായിട്ട് പ്രതികരിക്കുക അല്ലെങ്കിൽ അതെല്ലാം ചെയ്യുക, ഇതിന്റെ ആവശ്യമില്ല. അതിനോടുള്ള റിയാക്ടിവിറ്റി കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ദെൻ എൻകറേജിങ് അക്സെപ്റ്റൻസ്. മോർ അക്സെപ്റ്റൻസ് ആൻഡ് സെൽഫ് കമ്പാഷൻ. നമുക്ക് അത് കൂടുതൽ ഉറക്കെ ഇത് സംഭവിക്കുന്നുണ്ട്, ഇനിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്, എന്നിൽ തന്നെ ആയിട്ടാണ് പ്രധാനമായിട്ടുണ്ടാകുന്നത്. ഉദാഹരണം, ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ശരിയാണെന്ന് കരുതുന്നത് അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ, ഇതുപോലെയുള്ള അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വികാരങ്ങൾ, അതിന് അനുസരിച്ചുള്ള എൻ്റെ പ്രതികരണങ്ങളെല്ലാം ഒരു ഹാബിറ്റായി വരികയും എപ്പോഴും ആ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന അതിൽ നിന്ന് മാറി കൂടുതൽ എന്നെ തന്നെ അറിയുന്നതിന്, എൻ്റെ ഉള്ളിൽ നടക്കുന്ന വിചാരങ്ങളെ അറിയുന്നതിനും, അതുപോലെ തന്നെ കൂടുതൽ സെൽഫ് കമ്പാഷൻ. ഇപ്പം ആരെങ്കിലും എന്നോട് പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ചിന്തയായിരിക്കും, ഐ ആം യൂസ്ലെസ്, യു ആർ നോട്ട് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദീസ്. ചിലപ്പോൾ സ്കൂളിൽ വെച്ച് ടീച്ചർ പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞതായിരിക്കും, എടാ നിനക്ക് ഇതിനുള്ളൊന്നും സാധിക്കില്ല, നീ പോയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് അതിനെ ഓക്കെ, എനിക്കത് സാധിക്കുന്നില്ലായിരിക്കും, പക്ഷെ എന്നാലും എനിക്ക് വേണമെങ്കിൽ എനിക്ക് സാധിക്കും, പല കാര്യങ്ങളും എനിക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് കൂടി നമ്മളോട് ഓരോരുത്തരോടും ഉണ്ടാകുന്ന ആ വെറുപ്പ്, സെൽഫ് ആയിട്ടുള്ള ആ ഒരു സംശയം, അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ് വിട്ടിട്ട് കൂടുതൽ സെൽഫ് കമ്പാഷനോട് കൂടി നമുക്ക് വീണ്ടും കൂടുതൽ എനർജി എടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തത് ഏറ്റവും ഹൈലൈറ്റ്, എൻഹാൻസിങ് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി. നമ്മളുടെ ദൈക്ഷണികമെന്നോ അല്ലെങ്കിൽ വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനുള്ള ആ പോസിബിലിറ്റീസിനെ, അതിനെ കൂടുതൽ അത് എൻഹാൻസ് ചെയ്യുന്നു. ദെൻ കീ ആസ്പെക്ട്സ്. എന്താണ് കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്ങിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെക്കഗ്നൈസിങ് ഓട്ടോമാറ്റിക് തോട്ട്സ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഓരോരുത്തരും ഇതിന്റെ ഈ ഇതൊരു നീരാളിയുടെ പിടുത്തമാണ്, ഇല്ലേ? പിടിച്ചാൽ പിന്നെ വിടിയല. അതിന്റെ ആ നീരാളികളുടെ പിടുത്തം എന്ന് പറയാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ആണ്, നമ്മൾ അറിയുന്നില്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ എപ്പോഴും പറയുന്നതാണ്, അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എന്താണത്? മെന്റൽ ചാറ്ററിങ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് തോട്ട് ഇങ്ങനെ വരുന്നു. അത് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ പഠിക്കുന്നു. എന്താണ്? നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്.
എന്താണ് ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്? നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ട് എന്ന് മൈൻഡ്ഫുൾ ആയിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ അതിനെ റെക്കഗ്നൈസ് ചെയ്യുക. ഓഫ് കോഴ്സ് ഇതെനിക്ക് ഉണ്ട്, ഇതിനെ മാറ്റണം, ഇതെൻ്റെ ഒരു മെന്റൽ ഹാബിറ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദെൻ ചലഞ്ചിങ് ദോസ് തോട്ട്സ്, നമ്മൾ അതിനെ വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, ഇനി അത് മാറ്റണം, ഇത് മാറ്റിയാലേ എനിക്ക് കൂടുതൽ സ്വസ്ഥത കൈവരിക്കുകയുള്ളൂ. എൻ്റെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ വൈകാരികമായിട്ടുള്ള ഈ ഹാബിറ്റിനെ നെഗറ്റീവ് ആയിട്ട് എപ്പോഴും ചിന്തിക്കുക. ആരെന്ത് പറഞ്ഞാലും, നമ്മുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ ആയിരിക്കാം, ഫാമിലിയിൽ, ജോലി സ്ഥലത്ത്, നമ്മുടെ അയൽവക്കങ്ങളിൽ, നമുക്ക് ഇടപെടുന്ന എല്ലാ സ്ഥലങ്ങളിലും ചിലപ്പോൾ ഇതുപോലുള്ളതുണ്ടാകും. അതിനെ ഒന്ന് മാറ്റിയെടുത്താൽ നമുക്കാണ് സ്വസ്ഥത കിട്ടുന്നത്, മറ്റേ ആൾക്കല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നെ നമ്മളുടെ ആ ചിന്താഗതിയെ, നമ്മളുടെ വീക്ഷണത്തെ ഒന്ന് മാറി ചിന്തിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്താണ് നമ്മളുടെ ആ ഇത്രയും കാലം നമ്മൾ വർഷങ്ങളായി നമ്മൾ വിചാരിച്ച് കൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു ഹാബിറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിരുന്ന അല്ലെങ്കിൽ പ്രതികരിച്ചിരുന്ന അതിൽ നിന്ന് നമ്മൾ ഒരു ഷിഫ്റ്റിംഗ് ദ പെർസ്പെക്റ്റീവ്, ഓക്കെ, അതിനെ ഒന്ന് മാറ്റി ചിന്തിക്കാം. ഒരു പക്ഷേ അവർ പറയുന്നത്, ഒരു പക്ഷേ ഭാര്യ പറയുന്നത് അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നത് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ പറയുന്നത് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പറ്റി പറയുന്ന സുഹൃത്തുക്കൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിൽ കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് ഫോം ചെയ്തിരിക്കുന്ന അഭിപ്രായങ്ങളെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ, ഒരു ഷിഫ്റ്റിംഗ് ദി പെർസ്പെക്റ്റീവ്, മാറി നമുക്കൊന്ന് കാണാൻ സാധിക്കും. അതുപോലെ ചേഞ്ചിങ് ഇമോഷണൽ റിയാക്ഷൻസ്, നമ്മളുടെ പ്രതികരണങ്ങൾ നമ്മൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇങ്ങനെയുള്ള ഈ കോഗ്നിറ്റീവ് റീഫ്രെയിമിങ് മൈൻഡ്ഫുൾനെസ്സുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷണൽ റിയാക്ഷൻസിനെ ഇത്രയും കാലം നമ്മൾ പ്രതികരിച്ചിരുന്നതിൽ നിന്ന് വ്യത്യാസപ്പെടുത്താൻ സാധിക്കും. ദെൻ റീപ്ലേസിങ് ട്രിഗേഴ്സ് ആൻഡ് ഹാബിറ്റ്സ്. ഓക്കെ, നമുക്കറിയാം എന്താണ് ഇതിനെ നമ്മളിങ്ങനെ ചിലപ്പോൾ ഒരാളെ കുറിച്ച് കേൾക്കുന്നത്, അല്ല ചില ശബ്ദങ്ങൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ ആ ഇൻപുട്ടുകൾ, കാമനകൾ എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ട്രിഗേഴ്സ് ഉണ്ടാകും. അതിനനുസരിച്ചുള്ള റിയാക്ഷൻസ്, ഹാബിറ്റ്സ് ഒക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതിനടുത്ത് ഇപ്പം ഞാൻ അതിന്റെ ഒരു ഉദാഹരണം പറയാം. ഒരു പക്ഷേ ഞാനിപ്പോൾ ഇതിങ്ങനെ തിയറി പോലെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകില്ലായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഇത്രയും കാലം ചിന്തിച്ചിരുന്നത് അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന ഒരു ഇമോഷണൽ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്നത്, ഐ എം ഓൾവേസ് മെസ് അപ്പ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്, ഐ എം സച്ച് എ ഫെയിലിയർ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആ ഒരു ചിന്ത നമ്മൾക്കുണ്ടെന്ന് കരുതുക. നമ്മളെക്കുറിച്ച് ഈ വർഷങ്ങളായി നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ആഫ്റ്റർ റീഫ്രെയിമിങ്, ആഫ്റ്റർ റെക്കഗ്നൈസിങ്, ആഫ്റ്റർ അക്സെപ്റ്റിംഗ് എന്ത് ചെയ്യാൻ പറ്റും? Everyone makes mistakes. This is an opportunity for me to learn and grow എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഈ രീതിയിലാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ആ പെർസ്പെക്റ്റീവ്, നമ്മളുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ ഇമോഷൻസിനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. അടുത്ത ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ബിഫോർ റീഫ്രെയിമിംഗ്, നമ്മൾ റീഫ്രെയിമിംഗ് ഒന്നും ഇല്ലെങ്കിൽ, ദിസ് സിറ്റുവേഷൻ ഈസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് മൈ കൺട്രോൾ ആൻഡ് I will എന്താണ്, സോറി ആ വാക്ക്, സോറി, കാണാവോ ഇപ്പൊ? കാണാവോ സാറേ? കാണാലോ. ഓക്കെ, ഔട്ട് ഓഫ് കൺട്രോൾ ആൻഡ് നത്തിങ് വിൽ എവർ ഇംപ്രൂവ് എന്നുള്ള ആ ഒരു ചിന്തയിലാണ്. ഒന്നും സാധിക്കില്ല, എനിക്ക് ഈ കാര്യം, ഈ സിറ്റുവേഷനെ നമുക്കൊന്ന് മറികടക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കില്ല, എൻ്റെ വികാരങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയല്ല, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ചിന്താഗതിയിലാണ്. ആൻഡ് നത്തിങ് വിൽ ഇംപ്രൂവ് എന്നുള്ള ആ ഒരു എന്താണ് റീഫ്രെയിമിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തയിലൂടെ, ആ പാറ്റേണിലൂടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, ആഫ്റ്റർ റീഫ്രെയിമിങ് I can't control everything, but I can control how I can respond to and take the small steps to improve. എനിക്ക് ഇതിൽ നിന്ന് എനിക്ക് മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ഞാൻ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഓരോ പ്രാവശ്യവും ഇത് കൂടുതലായിട്ട് വന്ന് എനിക്ക് ചെറിയ സ്റ്റെപ്പിലൂടെ അല്ലെങ്കിൽ എനിക്കിത് മാറ്റാൻ എനിക്ക് സാധിക്കും, വൺ ഡേ ഐ ക്യാൻ ചേഞ്ച് ഇറ്റ് എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തോട്ട് പാറ്റേൺ, ഹാബിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനടുത്തത് മൈൻഡ്ഫുൾനെസ്സും. ഞാൻ ആദ്യം മൈൻഡ്ഫുൾനെസ് ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്, പക്ഷേ മൈൻഡ്ഫുൾനെസ്സിന്റെ റോൾ എന്താണ്, എങ്ങനെയാണ് ഈ മൈൻഡ്ഫുൾനെസ്സും ആയിട്ട് കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗിൽ മൈൻഡ്ഫുൾനെസ്സിന്റെ റോൾ എന്താണ് എന്ന് ചോദിച്ചാൽ, എൻഹാൻസിങ് സെൽഫ് അവെയർനെസ്.
നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്ന അല്ലെങ്കിൽ മെഡിറ്റേഷൻ സമയത്തും പറയുന്നതാണ്, ജസ്റ്റ് ബി അവെയർ ഓഫ് ഇറ്റ്, ലെറ്റ് ഇറ്റ് കം ആൻഡ് ദെൻ ഒബ്സർവ് ഇറ്റ്, ഡു നോട്ട് മേക്ക് എനി ജഡ്ജ്മെന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദാറ്റ് മീൻസ് വാട്ട് ഈസ് ദാറ്റ്? ദിസ് എ സെൽഫ് അവെയർനെസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇത് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത ഇതാണ്. എന്നെ എന്താണ്, ഞാനൊരു വ്യക്തിയെ കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ വൈരാഗ്യമായിരിക്കും, അല്ലെങ്കിൽ അസൂയയായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ എന്നെ തന്നെ കുറിച്ചായിരിക്കാം. എനിക്ക് എന്നോടുള്ള ദേഷ്യമായിരിക്കാം. അല്ലെങ്കിൽ അവനാണ് അല്ലെങ്കിൽ അവളാണ് എനിക്ക് ഇത് പണി തന്നെന്നുള്ള ചിന്തകളായിരിക്കും. ഇങ്ങനെയുള്ളത് നിന്നെല്ലാം മാറി ഇറ്റ് ഈസ് ഗോയിങ് ഓൺ ഇൻ മൈ ഹെഡ് എന്നുള്ള ഒരു ചിന്ത, ആ സെൽഫ് അവെയർനെസ് ഇതുവഴി കിട്ടും. മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു അറിവ് വേണം, ഇല്ലേ? നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ ചിന്തയെ ഐഡന്റിഫൈ ചെയ്ത് ഇതാണ് ഞാൻ എന്നുള്ള ചിന്തയിലാണ് പോകുന്നത്. അതിൽ നിന്ന് ഒരു സെൽഫ് അവെയർനെസ് കൂടുതലായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളിപ്പം എൻ്റെ കൂട്ടത്തിൽ ഏകദേശം 2 വർഷമെങ്കിലും ആയിട്ട് നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ക്ലാസ് പഠിക്കുന്നതാണ്. സോ സർട്ടൻ എക്സ്റ്റെന്റ് നിങ്ങൾക്ക് ഒരുപക്ഷെ നോൺ ജഡ്ജ്മെന്റൽ ഒബ്സർവേഷൻ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് നോൺ ജഡ്ജ്മെന്റൽ ഒബ്സർവേഷൻ വരുന്നു, ചിന്തകൾ വരുന്നു, അസൂയ വരുന്നു, അല്ലെങ്കിൽ ദേഷ്യം വരുന്നു, പക വരുന്നു, അങ്ങനെ ഏതെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ടെങ്കിലും നോൺ ജഡ്ജ്മെന്റൽ, അല്ലെങ്കിൽ ആളെ കാണുമ്പോൾ, ആളെ കുറിച്ച് കേൾക്കുമ്പോൾ, ശബ്ദം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് സ്വരം, വേറെ എന്തെങ്കിലും ഒക്കെ ഉള്ള ഒരു കാര്യത്തെ കുറിച്ച് ട്രിഗേഴ്സ് നമുക്ക് ജനറൽ ആയിട്ട് പറയാം. അത് കിട്ടുമ്പോൾ അതിനെ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് ഒബ്സർവേഷൻ നടത്തുന്നതിന് മൈൻഡ്ഫുൾനെസ് സഹായിക്കുന്നു. ദെൻ ഇമോഷണൽ റെഗുലേഷൻ. ഓഫ് കോഴ്സ് നമ്മളുടെ ആ ഇമോഷണൽ റെഗുലേഷൻ നമുക്ക് കുറെ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട എന്ന് വെക്കാൻ, അല്ലെങ്കിൽ ഇതിനോട് പ്രതികരിക്കുന്നില്ല, ശാന്തമാകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ റെഗുലേഷൻ നമുക്ക് കൂടുതലായിട്ട് സഹായിക്കുന്നു. ദെൻ റെഡ്യൂസിങ് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ്. ഓഫ് കോഴ്സ് ഇത് മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് തിങ്കിങ്ങിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സാരമില്ല, നമ്മൾ അറിയുന്നു ഒരു കാര്യം, നമ്മൾ അറിയുമ്പോഴേക്കുമാണ് നമ്മൾ അതിന്റെ പ്രസൻസ് അറിയുന്നത്, അല്ലെ? നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ ഒരു കൺമുൻപിൽ കാണുന്നു, ഒരു വ്യക്തിയെ കാണുന്നു, അപ്പൊ അയാളുടെ ആ പ്രസൻസ് നമുക്ക് വരുന്നു. ഇതുപോലെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് അതും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴേക്കും നമുക്ക് അതിന്റെ പ്രസൻസ് അറിയുന്നു. അപ്പൊ അതിനെ നമുക്ക് കാണാൻ, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒരു ഒബ്സർവർ എന്ന ആ ഒരു രീതിയിൽ കാണാൻ സാധിക്കുന്നു. ദെൻ ക്രിയേറ്റിംഗ് ഇമോഷണൽ ഡിസ്റ്റൻസ് ഫ്രം തോട്ട്സ്. അതുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള നമ്മളുടെ ഇതിൽ നിന്ന് നമുക്ക് നമ്മളുടെ ചിന്തകളെ, നമ്മളുടെ വികാരങ്ങളിൽ നിന്ന് നമുക്ക് വേർപെടുത്താൻ സാധിക്കും. നമ്മൾ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ നടത്തുന്ന സമയത്തും അങ്ങനെയാണ്. അതിന്റെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിന്റെ ആ മെഡിറ്റേഷൻ നമ്മൾ നടത്തുന്നതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ അരമണിക്കൂർ ചെയ്യുമ്പോഴേക്കും, അല്ലെങ്കിൽ 20 മിനിറ്റ് നമ്മൾ രാവിലെയോ വൈകിട്ടോ ചെയ്യുന്നു കഴിഞ്ഞിട്ട് പിന്നെ മൈൻഡ്ഫുൾനെസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഓരോ ആക്ടിവിറ്റി, വാക്കിംഗ് മെഡിറ്റേഷൻ, ഈറ്റിംഗ് മെഡിറ്റേഷൻ, അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള നമ്മളുടെ ഓരോ അനുദിന ജീവിതത്തിലെ പ്രവർത്തികളുമായിട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ വികാരങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്സിന്റെ സഹായത്തോടു കൂടി നമുക്ക് പ്രസന്റ് മൊമെന്റിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഒരുപക്ഷെ നമ്മുടെ പാസ്റ്റിനെ കുറിച്ചുള്ള ചിന്തയിലാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രസന്റ് മൊമെന്റിലേക്ക് വരുന്നതിന് മൈൻഡ്ഫുൾനെസ്സിന് വളരെ വളരെ ശക്തമായ ഒരു റോൾ ഉണ്ട്. പ്രൊമോട്ടിങ് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി. അതുപോലെ തന്നെ ഇവിടെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്. ഇത് ശരിയാണോ? ഇപ്പൊ ഞാനിപ്പോ ചിന്തിച്ചു, എനിക്ക് ഒരാളെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ഇത് ശരിയാണ് എന്ന് ഹാബിച്വലായിട്ട് നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റി ചിന്തിക്കുന്നതിന് വേണ്ടി ഒരു ഓപ്ഷൻ ആയിരിക്കില്ല, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന പോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പെർസ്പെക്റ്റീവിലൂടെ നമുക്ക് ഇതിനെ കാണാൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. അത് സാധിക്കും. ഓക്കെ, ഞാൻ ചിന്തിച്ചത് ശരിയാണോ, അല്ലെങ്കിൽ അത് തെറ്റാണോ? ഒരുപക്ഷെ ഇത് എൻ്റെ ഹാബിറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണോ, ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു ട്രിഗർ ആയിട്ടാണോ? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത്, നമുക്ക് ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് വരുന്നെങ്കിൽ കൂടുതലായിട്ടും നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? വിത്ത് അക്സെപ്റ്റൻസ്, അക്സെപ്റ്റ് ദീസ് തോട്ട്സ് വിത്ത് കമ്പാഷൻ. കൂടുതൽ നമ്മളോട് തന്നെ, ഇപ്പം എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ എനിക്കത് സാധിക്കുന്നില്ല, ഞാൻ തോറ്റുപോകും, ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ഇമേജ്
ലാണെങ്കിൽ നമുക്കത് കൂടുതൽ കമ്പാഷനോട് കൂടി നമുക്ക് കാണാൻ പറ്റും. ഈ കമ്പാഷൻ നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കാൻ പറ്റും. നമ്മൾ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുകയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള റിമാർക്കുകൾ പറയുകയോ ജഡ്ജ്മെന്റ് ചെയ്യുകയോ നടത്തുന്ന സമയത്ത് നമുക്ക് കമ്പാഷൻസ് അവർക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, മൈൻഡ്ഫുൾ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യാം, ഇനി അതിൻ്റെ ഉള്ള സ്റ്റെപ്പുകളാണ്. ഒബ്സർവ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. വി ഹാവ് ടു ലേൺ. നമ്മൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും, അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയുന്നു, നമ്മളുടെ ഒരുപക്ഷെ ആധുനിക ലോകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടുപോയി കുഴി ചാടിക്കുന്ന എന്ന് വേണേൽ പറയാം. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ജഡ്ജിമെന്റൽ ആകാൻ വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങളാണ്, റിസോഴ്സസ് ആണ് നമുക്ക് എല്ലാ ദിവസവും എല്ലാ മിനിറ്റിലും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയില് അല്ലെങ്കിൽ നമ്മളൊരു മതത്തില് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തിനെങ്കിലും ഒക്കെ ഒന്നിലേക്ക് നമ്മൾ ആണെന്നുണ്ടെങ്കിൽ, ഒന്നിന്റെ ഒരു ഭാഗമാണെന്നുണ്ടെങ്കിൽ, മറ്റുള്ളതിനെ എല്ലാത്തിനെയും നമുക്ക് വിധിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതല്ല നമുക്ക് ആവശ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമെന്ന് ഇത് എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയല്ല. അപ്പൊ അതുകൊണ്ട് പോകുന്നവര് പൊയ്ക്കോട്ടെ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് ആവശ്യമില്ല എന്ന് ഞാൻ കാണുന്നെങ്കിൽ ഒബ്സർവ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടും കാര്യമില്ല. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ട് കാര്യമില്ല. എത്രയോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ മീഡിയയിലേക്ക് വരിക, നമ്മുടെ യൂട്യൂബ് ഫോർ എക്സാമ്പിൾ, എത്രയോ നല്ല ടോക്സോ എത്രയോ നല്ല കാര്യങ്ങൾ അവിടെ ഉണ്ട്. സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞാൽ ഗുണമുണ്ടാകുന്നത്. നമ്മളുടെ മാനസികം, വൈകാരികം, അതുപോലെ ശാരീരികം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മില്യൺസ് ഓഫ് ടോക്സ് ഉണ്ട്. പക്ഷെ അതൊന്നും ആലോചിക്കില്ല നമുക്ക് ആവശ്യം. നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ പൊതുവെ കാണുന്നത്. സോ ട്രൈ ടു എന്താണ് നമ്മളുടെ മൈൻഡ്ഫുൾ സ്ട്രാറ്റജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒബ്സർവ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. യൂസ് ബ്രെത്ത് അവെയർനെസ്. നമുക്ക് എപ്പോഴും ശരണം പ്രാപിക്കാവുന്ന ഒന്നാണ് നമ്മളുടെ ബ്രെത്ത് അവെയർനെസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മുടെ വേദന വരുമ്പോൾ, ശാരീരികമായ വേദന വരുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് പോകാവുന്ന ഒരു സങ്കേതം എന്ന് പറയുന്നത് ബ്രെത്ത് അവെയർനെസ് ആണ്. അത് നമ്മളെ പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് നമുക്കൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊന്ന് ശാന്തമാക്കാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള ഓക്സിജൻ വരുന്നതും, അതുപോലെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി മാനസികമായിട്ടും വൈകാരികമായിട്ടും നമുക്ക് ഉണർവും, അതുപോലെ ഉന്മേഷവും, അതുപോലെ ജീവനും ഒക്കെ തരുന്ന ഒന്നാണ് ബ്രെത്ത് അവെയർനെസ്. നെയിം ആൻഡ് ഐഡന്റിഫൈ. ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു വികാരവും തോട്ടും ഫീലിങ്സ് എല്ലാം വ്യത്യാസമുണ്ട്. ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അസൂയയാണ്, എനിക്ക് അസൂയ തോന്നുന്നു എന്നതിനേക്കാൾ ഞാൻ ഇപ്പോൾ അസൂയാലുവാണ്, അങ്ങനെയുള്ള ആ രീതിയിൽ അതിനെ നെയിം, ഐഡന്റിഫൈ ആൻഡ് ടെയിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതിനെ നമ്മൾ മനസ്സിലാക്കി അതിനെ ഇതാണ് ഇപ്പോൾ എനിക്ക് നമുക്ക് ഓരോരുത്തർക്കും സ്ഥായിയായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഇമോഷൻസ് നമ്മളിൽ ഉണ്ടാകും. അതാണ് നമ്മളുടെ അനുദിന ജീവിതത്തിന്റെ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ചിലർക്കത് എന്താണ് അസൂയായിരിക്കാം, അല്ലെങ്കിൽ തന്നെത്താനുള്ള ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള കോപമായിരിക്കാം. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളതുണ്ടാകും. അതിനെ ഐഡന്റിഫൈ, അതിനെ ആ തോട്ട് പാറ്റേൺസ്, ഇനി അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമോഷൻസിനെ അല്ലെങ്കിൽ തോട്ട്സിനെ, പിന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ബിഹേവിയറിനെയൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയുണ്ടെങ്കിൽ നമ്മളോട് തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സെൽഫ് കമ്പാഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാ കൂടുതലായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന മൈൻഡ്ഫുൾ സെൽഫ് കമ്പാഷൻ മെഡിറ്റേഷൻ, അതുവഴി നമുക്ക് നമ്മളോട് തന്നെ, എന്നിലുള്ള വിശ്വാസക്കുറവ്, എന്നിലുള്ള ആത്മവിശ്വാസത്തിന്റെ കുറവ്, അല്ലെങ്കിൽ എന്നോട് തന്നെയുള്ള ദേഷ്യം, ഞാൻ പരീക്ഷയിൽ തോറ്റു, അല്ലെ എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അല്ലെങ്കിൽ ജോലി കിട്ടിയില്ല, അവിടെ പ്രൊമോഷൻ കിട്ടിയില്ല, അതിനോടുള്ള നമ്മുടെ ദേഷ്യത്തിനെല്ലാം സെൽഫ് കമ്പാഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ദെൻ റീഫ്രെയിം വിത്ത് ക്യൂരിയോസിറ്റി. നമ്മളിൽ ഉണ്ടാകുന്ന വിചാരങ്ങളെ, അതിനെയെല്ലാം നമ്മൾ, അല്ലെങ്കിൽ സംഭവങ്ങളെയൊക്കെ നമുക്കൊന്ന് ക്യൂരിയോസിറ്റിയോടുകൂടി, നമുക്ക് ജിജ്ഞാസയോടുകൂടി ഒന്ന് റീഫ്രെയിം ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട്, ഹൗ വുഡ് ഐ സീ ദീസ് സിറ്റുവേഷൻ ഇഫ് ഐ വെയർ ഫീലിംഗ് കാം. ഒരു പ്രതിസന്ധി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പ്രകോപനം ഉണ്ടായി, നമ്മൾ പൊട്ടിത്തെറിച്ച് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുക. അത് വലിയൊരു കഴിവാണ്. ഞാൻ അവിടെ ശാന്തമായിരുന്നെങ്കിൽ
നമുക്ക് എന്ത് സംഭവിക്കുമായിരുന്നു? ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുകയില്ലായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനും നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ നമുക്ക് ഒരു പ്രശ്നമുള്ള കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വീട്ടിലല്ല, ജോലി സ്ഥലത്ത് അങ്ങനെ ഇതുപോലുള്ള നമ്മൾ ഇടപെടുന്ന സ്ഥലത്തുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സമയത്താണെങ്കിൽ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ ആ രീതിയിൽ ശാന്തമായിട്ട് ഞാൻ ഇതിനെ കൈകാര്യം ചെയ്യുമെന്ന് നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു വിഷ്വലൈസേഷന്റെ ഒരു ഭാഗം. ഓഫ് കോഴ്സ് അതിനു മുമ്പ് നമുക്ക് മെഡിറ്റേഷൻ നടത്താം, മൈൻഡ്ഫുൾ ആകാൻ സാധിക്കും. ഇങ്ങനെയെല്ലാം ചെയ്തതിനോടൊപ്പം തന്നെ ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതിന് ഒരു വിഷ്വലൈസേഷൻ നമുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അതൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും അങ്ങനെയാണ്. നമ്മളൊരു രോഗം കേട്ട് കഴിയുമ്പോൾ, നമുക്കൊരു രോഗമുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാല് ചില ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്. എനിക്കറിയാം, എന്റെ കൂട്ടത്തിൽ ജോലി ചെയ്ത എന്റെ കൊളീഗ്സ് പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്താണ് ശരിക്കും ഒരാള് ഗ്രീസിൽ നിന്നുള്ള ഒരാളായിരുന്നു. അയാൾക്ക് ക്യാൻസർ ആണെന്നുള്ള സംശയം ഡോക്ടർ പറഞ്ഞു. അയാൾ ആത്മഹത്യ ചെയ്തു. പക്ഷെ പിന്നീട് 2, 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ശരിയായിട്ടുള്ള റിസൾട്ട് വന്നു. അന്നേരമാണ് അറിയുന്നത് അയാൾക്ക് ക്യാൻസർ. അപ്പൊ ഡോക്ടറോട് സംശയം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഓരോ പെട്ടെന്നുള്ള ഈ എടുത്തുചാട്ടങ്ങൾ. അതേസമയം നമ്മൾ ഇതിനെ ഒരു രോഗം വരുമ്പോഴും ഞാൻ ഇതിൽ നിന്ന് സുഖം പ്രാപിക്കുമെന്നുള്ള ഒരു വിഷ്വലൈസേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട് പലപ്പോഴും. സെൽഫ് എൻക്വയറി, ഈസ് ദീസ് തോട്ട് സെർവിങ് മീ? എന്നെ ഈ ചിന്ത അല്ലെങ്കിൽ എൻ്റെ ഈ വികാരം, ഇപ്പോൾ എന്നിൽ ഉണ്ടാകുന്ന ഈ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, ബിഹേവിയർ, ഇതെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒന്ന് സ്വയമായിട്ട് നമുക്ക് ചോദിക്കാൻ മൈൻഡ്ഫുൾനെസ് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. ദെൻ യൂസ് മൈൻഡ്ഫുൾ അഫർമേഷൻസ്, പോസിറ്റീവ് സെൽഫ് അഫർമേഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൂടുതലായിട്ട് ഞാൻ ഇതിനെ ഓവർകം ചെയ്യും, എൻ്റെ രോഗത്തെ ഞാൻ മാറ്റും, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഇപ്പൊ ഞാൻ പരാജയപ്പെട്ടു, ഒരു പരീക്ഷയിൽ തോറ്റുപോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു, അതിനെ ഞാൻ ഓവർകം ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ആ പ്രിപ്പറേഷൻ, എസ്പെഷ്യലി മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ സമയത്തും, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം, കാരണം മനസ്സും ശരീരവും എല്ലാം വളരെ ശാന്തമായിരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഡീപ്പായിട്ടുള്ള ആ പോസിറ്റീവ് സെൽഫ് അഫർമേഷൻസ് നമ്മളുടെ ബ്രെയിനിലേക്ക് വളരെ ശക്തമായിട്ട് ആഴത്തിൽ പതിയും. അതുപോലെ അത് എന്താണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ അത് കൂടുതൽ എൻകറേജ് ചെയ്യും. അപ്പൊ അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഗ്രൗണ്ടിങ് എക്സസൈസസ്. എന്തൊക്കെയാണ്? ബ്രീത്തിങ് ഉണ്ട്, 5 സെൻസസ് ഉപയോഗിച്ച് നമ്മൾ പുറത്തേക്ക് നോക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള നിങ്ങളുടെ ഗാർഡനിലോ അല്ലെങ്കിൽ വീടിന്റെ ചുറ്റുമുള്ളതൊക്കെ കാണുക, വേണമെങ്കിൽ കേൾക്കാം നിങ്ങൾക്ക്, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് രുചിക്കാം, ഇങ്ങനെ നമ്മളുടെ അല്ലെങ്കിൽ സ്പർശിക്കാം, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഒന്നും അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് എന്താണ് നമുക്ക് സ്പർശനം എങ്ങനെയാണ്? നമുക്ക് ആ കസേരയിലോ സെറ്റിയിലോ ഒക്കെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ നിങ്ങളൊന്ന് സ്പർശിച്ചു നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കാല് നിലത്തൂന്നിയിരിക്കുമ്പോഴേക്കും നമുക്ക് അവിടെ നമ്മളുടെ ആ ഭൂമിയിലേക്കുള്ള നമ്മളുടെ ആ ടച്ച്, പാദങ്ങൾ ടച്ച് ചെയ്യുന്നത്, അതിനെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കും. ഇതെല്ലാമാണ് നമ്മുടെ ഗ്രൗണ്ടിങ് എക്സസൈസ് എന്ന് പറയുന്നത്. ബോഡി സ്കാൻ മെഡിറ്റേഷൻ, ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം. ഞാൻ അയച്ചു തന്നിട്ടുണ്ടെന്നൊന്നും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഇപ്പൊ പലരും ഇതേക്കുറിച്ച്, ബോഡി സ്കാനിനെ കുറിച്ച് തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരിക്കും. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാ നല്ല ചിന്തകൾക്കും എല്ലാത്തിനും എപ്പോഴും എല്ലാത്തിനോടും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നമ്മളിൽ ഒരു പോസിറ്റീവ് ചിന്ത വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു മൈൻഡ്ഫുൾ തോട്ട് വരുമ്പോൾ തൊട്ട് നമ്മളുടെ ശ്വാസോച്ഛ്വാസങ്ങൾ എപ്പോഴും നമ്മൾ എല്ലാത്തിനോടും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഓർ പ്രാക്ടീസ് മോർ ഗ്രാറ്റിറ്റ്യൂഡ്. അഡോപ്റ്റ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇങ്ങനെ ഇടുങ്ങിയ ആ ചിന്താഗതിയിൽ നിന്ന് എല്ലാം നന്നാകും, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എല്ലാം സംഭവിക്കുമെന്നുള്ളതുപോലെ, അതുപോലെ തന്നെ മറ്റുള്ളതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ എന്നോട് ഇങ്ങനെ പെരുമാറാവുള്ളൂ എന്നുള്ള ആ വിചാരത്തെക്കാൾ കൂടുതൽ അവരുടെ പെരുമാറ്റങ്ങളിൽ കുറെയൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരെ കൂടുതൽ സ്വീകരിക്കുന്നതിന് വേണ്ടി, കൂടുതൽ അല്ലെങ്കിൽ അവരോട് കമ്പാഷനേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. യൂസ് മൈൻഡ്ഫുൾ വിഷ്വലൈസേഷൻ. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, എനിക്കിത് വരും, അല്ലെങ്കിൽ ഞാൻ ഇന്ന രീതിയിൽ പോകുമ്പോൾ, ഇന്ന സ്ഥലത്ത് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ അത് ശാന്തമായിട്ട് ഞാൻ അതിനെ നേരിടും, അല്ലെങ്കിൽ അങ്ങനെയുള്ള അതല്ല, നമ്മൾ ഇവിടുന്ന് പ്രിപ്പയർ ചെയ്തു പോവാണ്, എന്നോട് അവൻ അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ അവർക്ക് കൊടുത്തിട്ടേ ഇന്ന് വരുള്ളൂ എന്ന് പറഞ്ഞ് 100 പ്രാവശ്യം ഇത് നമ്മളുടെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത്, റിഹേഴ്സ് ചെയ്തിട്ട് നമ്മൾ ചെന്നാൽ, ഒരു പക്ഷേ ചെല്ലുമ്പോ കിട്ടുന്നതിനേക്കാൾ ഒരു പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താ പോണത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫ്ലൈറ്റിന്റെ അല്ലെങ്കിൽ വേറൊന്നും വരികയല്ല, ഫൈറ്റിങ്ങിന് തന്നെയാണ് പോകുന്നത്. കാരണം എന്താണ്, നമ്മളത് അങ്ങനെ ചിന്തിച്ചിട്ടാണ് പോകുന്നത്.
മനസ്സിലാക്കുക, ഓരോ ക്രിമിനൽ ആക്ടിവിറ്റീസും അങ്ങനെയാണ്. അത് അങ്ങനെ അവർ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ അത് ഇങ്ങനെ കണ്ടിട്ട് പോകുമ്പോഴാണ് അങ്ങനെയാണ് ചെയ്യുന്നത്. സോ മൈൻഡ്ഫുൾ വിഷ്വലൈസേഷൻ പോസിറ്റീവായിട്ട് കാണുക. റെഡ്യൂസസ്, ഓക്കെ, ബെനിഫിറ്റ്സ് ആണ് അടുത്തത്. കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ്: റെഡ്യൂസസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. അത് കുറയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കും. കാരണം നമ്മൾ ഇത്രയും കാലം ചിന്തിച്ചിരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള പാറ്റേൺസിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് നമ്മൾ എടുക്കുന്നതുകൊണ്ട് നമ്മുടെ തന്നെ സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറയ്ക്കാൻ പറ്റും. ഇംപ്രൂവ്സ് ഇമോഷണൽ റെസീലിയൻസ്. നമ്മൾ കൂടുതലായിട്ട് ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള റിയാക്ഷൻസ് അല്ലെങ്കിൽ ആ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് കൂടുതൽ വൈകാരിക പ്രശാന്തത നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ ഉണ്ടാക്കും. എൻഹാൻസസ് പ്രോബ്ലം സോൾവിങ്. നമുക്ക് പ്രശ്ന പരിഹാരങ്ങൾ കൂടുതൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്നലെ വരെ ചെയ്തതിൽ നിന്ന് വ്യത്യാസപ്പെട്ട രീതിയിൽ പ്രശ്നത്തെ കാണാൻ, അല്ലെ വ്യക്തികളെ കാണാൻ ഒക്കെ നമുക്ക് സാധിക്കും. പിന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള ആത്മവിശ്വാസം, അതുപോലെ സെൽഫ് കമ്പാഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ കോഗ്നിറ്റീവ് തെറപ്പി ഇത് ചെയ്യും. അതുപോലെ തന്നെ ഈ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. എൻകറേജസ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളത് നമുക്കറിയാം, ഞാൻ പറഞ്ഞു. അതായത് നമുക്ക് കൂടുതൽ അഡാപ്റ്റബിലിറ്റി, അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മൈൻഡ്ഫുൾ. ഇനി പ്രാക്ടിക്കൽ എക്സസൈസസ് ആണ്. ഇതുമായിട്ട് ഇത്രയും പറഞ്ഞ ഈ കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്ങിന്റെ അതിന്റെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് അനുദിന ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന മൈൻഡ്ഫുൾ ബ്രീത്തിങ് കൂടുതലായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ബോഡി സ്കാൻ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾ ജേർണലിംഗ്. നമുക്ക് വളരെ നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് വിചാരിക്കുക. നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസ് നമ്മളെ അത്രയേറെ നമ്മളെ ട്രബിൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളുണ്ടാകും. കാരണം ഒരേ രീതിയിൽ ചിന്തിക്കുക. ഇപ്പോ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഭയങ്കര വിഷമമായിരിക്കും. എന്താണ് വിട്ടിട്ട് പോയി, എന്തിനാണ് പോയത്, ഇങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ then write it down. മൈൻഡ്ഫുൾ ആയിട്ടുള്ള ജേർണലിംഗ് നടത്തുക. എന്തായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കാരണമുണ്ടോ, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള നമ്മളുടെ ബിറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇങ്ങനെ നമ്മളെ ഹോൾഡ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾക്ക് തന്നെ വായിക്കാൻ. കാരണം ഇന്ന് എഴുതിയിട്ട് പിന്നെ നാളെ നമ്മളത് വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് വരും. നമുക്ക് തന്നെ ഒരു കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്ങിന്റെ ഒരു അവസ്ഥയിലേക്ക് എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നലത്തെ നമ്മുടെ ഇമോഷൻസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അത് അത്രയും ഇന്റൻസിറ്റി ആയിരിക്കില്ല ഇന്നുണ്ടാകുന്നത്. സോ ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ. നമ്മൾ കൂടുതലായിട്ട് നമ്മളെ തന്നെ വിശ്വസിക്കുന്നതിന്റെ, അതുപോലെ തന്നെ നമ്മളോട് കരുണ കാണിക്കുന്നതിന്റെ, ഇതുപോലെയുള്ള അത് നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസിനോടുകൂടി ഈ മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ സമയത്ത്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി തന്നെ ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ, ഇതെല്ലാം യൂട്യൂബിലൊക്കെ ഒത്തിരി കിട്ടുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ കാണാതെ ഇതൊക്കെ ചെയ്യുകയും അതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ദെൻ കോഗ്നിറ്റീവ് ഡിഫ്യൂഷൻ ടെക്നിക്സ് ഉണ്ട്. അത് അടുത്ത ആഴ്ചത്തെ വിഷയമാണ്. ഇന്ന് ഞാൻ അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. വാട്ട് ഈസ് കോഗ്നിറ്റീവ് ഡിഫ്യൂഷൻ ടെക്നിക്സ്, അത് നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് കാണാം. Okay, as usual, come to the last part of the session. Okay, കഴിഞ്ഞ 23 ഡിസംബറിൽ ഞാൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. ഋതുമന്ത്രണങ്ങൾ, വിസ്മയങ്ങൾ വിടരുന്ന വിശ്വം. പ്രകൃതിയിലുള്ളതാണ്. ഇതിനകത്ത് പലരും മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് അതും. പിന്നെ ആന്തരിക മൗനം, നമ്മുടെ അസ്തിത്വ സാരാംശം, അത് ഈ മാർച്ച് 8-ാം തീയതി, കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പൊ ഈ 2 പുസ്തകം കൂടി 450 രൂപയ്ക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 700 രൂപ കൊടുക്കണം. ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയോ അതുപോലെ തന്നെ ഗൂഗിൾ പേ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ നമ്പറാണ്, നിങ്ങൾക്ക് ഏതാനും ദിവസം കഴിയുമ്പോഴേക്കും ആ പുസ്തകം കിട്ടും. ഓക്കെ, താങ്ക് യു. ആൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഓക്കെ, താങ്ക് യു സാർ. എത്ര കൃത്യമായിട്ടാണ് നമുക്ക് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് നമ്മുടെ ചിന്തകളെ ഒന്ന് റീഫ്രെയിം ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് പറ്റത്തില്ല എന്ന് തോന്നുന്ന പല ചിന്തകളെയും പല സ്റ്റെപ്പുകളിലൂടെ പറ്റും എന്നാക്കി മാറ്റാനുള്ള മൈൻഡ്ഫുൾനെസ്സിൻ്റെ ആ പ്രത്യേകത, കഴിവ് തീർച്ചയായിട്ടും സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അങ്ങനെയുള്ള മെഡിറ്റേഷൻ പോകാം സാറ്.
എനിക്ക് ഇന്ന് 8:30 ഓക്കെ ഒരു ക്ലാസ്സും കൂടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് സ്വല്പം സ്പീഡാണ്. ഓക്കെ ഓക്കെ തന്നെ. സാറല്ല, ഒരു സെക്കൻഡ്. ഓ ഉം. ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ആ ശരി. കേൾക്കാമോ സാർ? ഇത് സൗണ്ട് വന്നില്ലല്ലോ. ഉള്ളോ? ഓക്കെ. കേൾക്കാം അല്ലേ? ഓക്കെ. സോ വി സ്റ്റാർട്ട് നൗ. സാറേ ഒന്ന് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക. ഓക്കെ, വി സ്റ്റാർട്ട് നൗ. വികാരങ്ങളെയും നിങ്ങളുടെ കാഴ്ചപ്പാടുകളെയും മാറ്റുന്ന പരിശീലന ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിധിയില്ലാതെ നമ്മുടെ ചിന്തകളെ കുറിച്ച് ബോധവാന്മാരാകുവാനും വ്യക്തതയും പ്രതിരോധന ശേഷിയും ആന്തരിക സമാധാനവും വളർത്തിയെടുക്കുന്നതിനും ഈ ധ്യാനം നമ്മെ സഹായിക്കും. ധ്യാനത്തിന് മുൻകൂട്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ചെയ്യുക. ശാന്തമായ ഒരിടത്ത് ഏറ്റവും സുഖപ്രദമായ രീതിയിൽ നിങ്ങൾ ഇരുന്നു കഴിഞ്ഞുവെന്ന് കരുതുന്നു. എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഇരിപ്പിലോ വസ്ത്രത്തിലോ മാറ്റം വരുത്തണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കത് ചെയ്യാം. നിങ്ങൾ കണ്ണട ധരിക്കുന്നവരാണെങ്കിൽ അത് മാറ്റിവെക്കുക. ധ്യാനത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി എന്ന് കരുതുന്ന നിമിഷത്തിൽ ശാന്തമായി നിങ്ങൾക്ക് കണ്ണുകൾ അടയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ പതുക്കെ കണ്ണുകൾ അടയ്ക്കാം. നിങ്ങളുടെ നോട്ടം അങ്ങേയറ്റം മൃദുവാക്കുക. ശാരീരിക നിശ്ചലതയിലേക്കും ആന്തരിക മൗനത്തിലേക്കും നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും കൂടുതൽ ആഴപ്പെടുത്തുന്നതിന് ആദ്യമായി 3 പ്രാവശ്യം വളരെ ആഴത്തിൽ മൂക്കിലൂടെ സാവധാനം ശ്വാസമെടുക്കുകയും മൂക്കിലൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക.
നിങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള പിരിമുറുക്കങ്ങളോ വേദനകളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ അവയെയും ശ്രദ്ധിക്കുക. അവയിൽ മാറ്റം വരുത്തുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. അവയെക്കുറിച്ചുള്ള അവബോധത്തോടെ നമുക്ക് നമ്മളുടെ ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിലേക്ക് സാവധാനം നീങ്ങാം. 4 അല്ലെങ്കിൽ 5 സെക്കൻഡ് വരെ നിങ്ങൾ ശ്വാസം എടുക്കുക. അത്രയും സമയം നിശ്വസിക്കാനും സമയമെടുക്കുക. ശാന്തമായി ശ്വസിക്കുക, ശാന്തമായി നിശ്വസിക്കുക. ശ്വാസനിശ്വാസങ്ങളുടെ ഒരു താളത്തിലേക്ക് സാവധാനം നിങ്ങൾ എത്തിച്ചേരുക. ഈ വർത്തമാന നിമിഷത്തിൽ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസ അവബോധമല്ലാതെ മറ്റൊന്നും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ശ്വാസോച്ഛ്വാസം ഒരു താളത്തിലേക്ക് കൊണ്ടുവരിക. ശാന്തമായി നമ്മളുടെ ശരീരം അതിൻ്റെ സ്വാഭാവികമായ താളത്തിൽ ശ്വസിക്കട്ടെ. നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ, ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നെങ്കിൽ ഒരു ജിജ്ഞാസയുള്ള നിരീക്ഷകനെ പോലെ അല്ലെങ്കിൽ നിരീക്ഷകയെ പോലെ ഇപ്പോൾ ശ്രദ്ധിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു ശബ്ദം പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ കേൾക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അത് ചിത്രങ്ങളുടെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ സംഭവങ്ങളായിരിക്കാം. അവയോട് ബന്ധപ്പെട്ട വികാരങ്ങളായിട്ടും നിങ്ങൾക്കിത് അനുഭവപ്പെടാം. പ്രതികരിക്കാതിരിക്കുക. അവയുമായി സൗഹൃദത്തിലായി ഇടപഴകാതിരിക്കുക. കാണുക, വെറുതെ കാണുക, നിരീക്ഷിക്കുക. ഏതൊരു ചിന്തയെയും നിരീക്ഷിക്കുക. ചിന്തകൾ ഒരുപക്ഷെ ഭാവാത്മകമോ നിഷേധാത്മകമോ ആയിരിക്കാം, അല്ലെങ്കിൽ നിഷ്പക്ഷമെന്ന് നിങ്ങൾക്ക് തോന്നാം. ഒരു ചിന്തയെയും ഒരു വികാരത്തെയും ഒരു അനുഭൂതിയെയും വേർതിരിക്കരുത്. സൗമ്യമായി അതിനെ അംഗീകരിക്കുക. നിരീക്ഷിക്കുക. ചിന്തകളോട് ബന്ധപ്പെട്ട വികാരങ്ങളോ
നിങ്ങൾക്ക് ശക്തമായി അനുഭവപ്പെടുന്നെങ്കിൽ സാവധാനം നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. ഒരു നല്ല സുഹൃത്തിനെ പോലെ, അല്ലെങ്കിൽ കരുണയുള്ള ഒരു മാതാവിനെ പോലെ, തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഒരമ്മയെ പോലെ ശ്വാസോച്ഛ്വാസം നമ്മുടെ സ്വന്തമാണ്, എപ്പോഴും നമുക്ക് അഭയമാണ്. സ്വാഭാവികമായ ആ താള ലയത്തിലേക്ക് അഭയം പ്രാപിക്കുക. നിങ്ങൾക്ക് അതിശക്തമായ വികാരങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ആഴത്തിൽ ശ്വസിക്കാനും നിങ്ങൾക്ക് സാധിക്കണം. നമുക്ക് ധ്യാനം തുടരാം. നിങ്ങളുടെ ചിന്തകളല്ല, നിങ്ങൾ നിരീക്ഷകനോ നിരീക്ഷകയോ ആണ്. ഓരോ ചിന്തയുടെയും പിന്നിലുള്ള അവബോധമാണ് നിങ്ങൾ. അലട്ടുന്ന ഏതെങ്കിലും ചിന്തകൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നെങ്കിൽ അതിനെ നിങ്ങൾക്ക് പേര് ചൊല്ലി വിളിക്കാം. അത് സംശയമോ സമ്മർദ്ദമോ നമ്മളെ പരിമിതപ്പെടുത്തുന്ന നമ്മളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചോ ഉള്ള വിശ്വാസമാകാം. നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. നിങ്ങളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ, വികാരങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിൽ, അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവയെയും ശ്രദ്ധിക്കുക. ആത്മവിശ്വാസക്കുറവോ സംശയമോ ഭയമോ ഉളവാക്കുന്നെങ്കിൽ ഭാവാത്മകമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾക്ക് നൽകാം. നിങ്ങളോട് തന്നെ കൂടുതൽ കരുണ കാണിക്കുക. അതിനുതകുന്ന വിധത്തിലുള്ള ഏതെങ്കിലും സ്ഥിരീകരണങ്ങൾ നിങ്ങൾക്കിപ്പോൾ ആവർത്തിക്കാം. ഓരോ ശ്വാസത്തിലും ശ്വാസമെടുക്കുമ്പോഴും കരുണയും ദയയും സമാധാനവും ശാന്തിയും നിങ്ങളിലേക്ക് വരട്ടെ. ഓരോ നിശ്വാസത്തിലും
നിങ്ങളിലെ പിരിമുറുക്കങ്ങൾ, അസ്വസ്ഥതകൾ നിങ്ങളിൽ നിന്ന് വിട്ടകലട്ടെ. നമ്മുടെ ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിലൂടെ ധ്യാനം തുടരാം. ജീവിതത്തിൽ നമ്മളെ മഥിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേദന ഉളവാക്കുന്ന ഏതെങ്കിലും ചിന്തകൾ ഉണ്ടാകുന്നെങ്കിൽ, ഉദാഹരണമായി ഞാൻ വേണ്ടത്ര നല്ലവനല്ല എന്ന ചിന്തയാണെങ്കിൽ, നമുക്കതിനെ ഒന്ന് പുനർരൂപകൽപ്പന ചെയ്യാം. ഇപ്രകാരം: ഞാൻ എല്ലാ ദിവസവും പഠിക്കുകയും വളരുകയും ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കേട്ടു പറയാം: ഞാൻ എല്ലാ ദിവസവും പഠിക്കുകയും വളരുകയും ചെയ്യുന്നു. ഞാൻ പരാജയപ്പെടുമെന്നുള്ള ചിന്തയാണെങ്കിൽ, നമുക്ക് ഇപ്രകാരം പുനർരൂപകൽപ്പന ചെയ്യാം: എല്ലാ വെല്ലുവിളികളും വളരാനുള്ള അവസരമാണ്. ഞാൻ അതിനെ ഉപയോഗിക്കും. കാര്യങ്ങൾ ഒരിക്കലും മാറില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, നമുക്കിപ്രകാരം പുനർരൂപകൽപ്പന ചെയ്യാം: വർത്തമാന നിമിഷം എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും അങ്ങനെ തന്നെ. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. ശാരീരികമായ അവബോധം നമുക്ക് വീണ്ടെടുക്കാം. നിങ്ങൾ ഇരിക്കുന്ന മുറിയെക്കുറിച്ച്, ചുറ്റുപാടുകളെക്കുറിച്ച് എല്ലാമുള്ള ആ അവബോധം, പൂർണ്ണമായ ശാരീരിക അവബോധം വീണ്ടെടുക്കുക. ഇത്രയും നേരം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ സാധിച്ചതിന് നിങ്ങളെ തന്നെ അഭിനന്ദിക്കുക. നിങ്ങളോട് തന്നെ നന്ദി പറയുക. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ശാന്തതയും വ്യക്തതയും ശാക്തീകരണവും സമാധാനവും
ഈ അവബോധവും ഈ സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം നിലനിർത്തുക. നിങ്ങളുടെ കൈകാലുകളിലെ വിരലുകൾ വളരെ സൗമ്യമായി ചലിപ്പിക്കുക. ധ്യാനം അവസാനിച്ചു. നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാം. ഓക്കെ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. യെസ്, ഇന്നത്തെ കോഗ്നിറ്റീവ് റീഫ്രെയിമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, മീനാക്ഷിമോ പറഞ്ഞോളൂ. ആന്റണി, ഗുഡ് ഈവനിങ്. നല്ല ക്ലാസ് ആയിരുന്നു അത്. എന്താ പറയാ, ഓരോ ക്ലാസ്സും ഇൻഫോർമേറ്റീവ് തന്നെയാണ്. അതിൽ ഓരോരോ പുതിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താ പറയാ, എന്തെങ്കിലും ഒന്ന് പുതിയത് അതിൽ നിന്ന് കിട്ടുമെന്ന് ഓരോ ക്ലാസ്സിലുമുള്ള പ്രതീക്ഷ സാർ തെറ്റിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് വെരി നൈസ്. അതുകൊണ്ടാണ് ഈ ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ തോന്നുന്നത്. മെഡിറ്റേഷൻ വാസ് വെരി 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 നൈസ്. അതെനിക്ക് നല്ലൊരു വളരെ ഇതായിട്ട് എനിക്ക് തോന്നാറുണ്ട് എല്ലാ ആഴ്ചയും. അത് കഴിയുമ്പോൾ എനിക്ക് പറയാൻ പറ്റാറില്ല, പക്ഷെ എല്ലാ ആഴ്ചയും ഞാനത് വളരെ എന്താ പറയാ, ഇൻവോൾവ് ആയിട്ട് വളരെ നല്ലതായിട്ട് എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. ഷീല മാം പറയും. സാറേ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഗുഡ് ഈവനിങ്. സാറേ ഇതിലേ ഒരു ഡൗട്ട് ഉള്ളത്, കൊഗ്നിറ്റീവ് റീഫ്രെയിമിങ്, അതിൽ സാറ് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് എന്നുള്ള ഇതിൽ പറഞ്ഞത്, സൈക്കോളജിക്കൽ അപ്രോച്ച് എയിംഡ് അറ്റ് altering the way we view situations, thoughts or emotions to transfer our mindset and emotional reactions എന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനാണ് സാർ പറയുന്നത്, അല്ലേ സാർ? ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു അതല്ല ഞാൻ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇമോഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ പെട്ടെന്ന് ഒരു കൺട്രോൾ എന്നുള്ള ഒരു ഇതിലേക്ക് അല്ല ഉദ്ദേശിക്കുന്നത്. ഐഡന്റിഫൈ ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ ആ ഹാബിറ്റിനെ തിരുത്തി എഴുതുക. ഇതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മളെ കൺട്രോളിലേക്ക് സാവധാനം കൊണ്ടുപോകുന്നത്. ഒരു എന്താണ്, നമ്മളൊരു ആടിനെ കയറിട്ട് പിടിച്ചു കെട്ടുന്നതിനേക്കാൾ മുൻപ് പിടിച്ചു കെട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഒരു കൺട്രോളാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് പറയാവുന്നത് അതിനെ പിടിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് തലോടുന്നു, അതിനെ നമ്മളുടെ എന്താണ്, നമ്മൾ അതിനുമായിട്ടൊരു ബന്ധം എടുക്കുന്നു, അങ്ങനെയൊക്കെ. അതിനുശേഷം നമ്മൾ അതിന്റെ കഴുത്തേൽക്ക പഴയ കയറിടുക, അല്ലെങ്കിൽ അത് വേണമെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ വന്നു വരും. അപ്പൊ കൺട്രോൾ എന്നുള്ള ഒരു വാക്കിനേക്കാൾ അത് ഒരു മൈൻഡ്ഫുൾനെസിന്റെ ഒരു വാക്കായിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തമാക്കി നമ്മൾ അത് ടൈം ചെയ്ത് നമ്മളുടെ സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആദ്യമേ നമുക്ക് പറയേണ്ടത് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക, അതിനെ നമ്മളുടെ എന്താണ് കരുണയോടുകൂടി കാണുക, നമ്മളോടാണെങ്കിലും പ്രത്യേകിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവരോട്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് കൺട്രോളിലേക്ക് വരാൻ പറ്റും. അതായിരിക്കും ഒരു പക്ഷേ ഒരു നല്ല ഒരു ഇന്റർപ്രിട്ടേഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി പറഞ്ഞോളൂ. ഇനി ഇതുമായിട്ട് മൈൻഡ്ഫുൾനെസ്സുമായിട്ടുള്ള റിലേഷൻ സാർ പറഞ്ഞല്ലോ, അതില് രണ്ടാമത്തെ പോയിന്റ് ക്രിയേറ്റിംഗ് മെന്റൽ ഡിസ്റ്റൻസ്, അത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം സാറേ. മെന്റൽ ക്രിയേറ്റിംഗ് മെന്റൽ ഡിസ്റ്റൻസ് അല്ലേ? ഓക്കെ, നമ്മളുടെ ഈ വികാരം എന്ന് പറയുന്നതും, അല്ലെങ്കിൽ വൈകാരിക തലം എന്ന് പറയുന്നതും മാനസിക തലം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഓക്കെ, മാനസിക തലം, വികാരം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഹാർഡ്വെയർ പോലെയാണ്. മാനസികം എന്ന് പറയുന്നത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ പോലെയാണ്. അല്ല, സോറി, വികാരം സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഹാർഡ്വെയർ എന്താണ്, നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് സോറി, അത് ഒന്നുകൂടെ പറയുന്ന റീസ്ട്രക്ചർ ചെയ്യട്ടെ.
ഓക്കെ, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഇട്ട് കഴിഞ്ഞാൽ, അതായത് വികാരം എന്ന് പറയുന്നത് നമുക്ക് തന്നെത്താൻ ഇങ്ങനെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഇതാണ്. മനസ്സെന്ന് പറയുന്നത് വികാരങ്ങളെ പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അത് മനസ്സിലായോ? ഒരു വികാരം വികാരമായിട്ട് അത് വരുമ്പോഴേക്കും അതിനെ പ്രോസസ്സ് ചെയ്യുന്ന, അതിനെ എന്താണ് വിലയിരുത്തുന്ന, അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുന്ന ആ ഒരു തലത്തെയാണ് നമ്മൾ മനസ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറയുമ്പോൾ മാനസികവും വൈകാരികവുമായ തലങ്ങൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ട് തലങ്ങളാണ്. അപ്പൊ അവിടെ നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വികാരം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ വികാരം നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന കൂടുതൽ ഹാബിറ്റുകളാണ്. ട്രിഗേഴ്സ് ഉണ്ടാകുന്നു, ഒരു വികാരം ഉണ്ടാകുന്നു, അതിനെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അതിനെ സ്വന്തമാക്കുന്നു, അതുമായിട്ട് നമ്മൾ ഇടപഴകുന്നു എന്ന് വേണേൽ പറയാം. അപ്പൊ അതിനെ നമ്മൾ കൂടുതൽ എന്റർടൈൻ ചെയ്യുന്നു. ആ എന്റർടൈൻ ചെയ്യുമ്പോൾ അത് ഏത് തരത്തിലുള്ള വികാരങ്ങളാണെങ്കിലും അത് നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിരിക്കും. ഇപ്പം ഒരു നമ്മളോട് തന്നെയുള്ള ഒരു സെൽഫ് ഹേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ എവിടെയെങ്കിലും ഒരു ശാരീരികമായ ചലനങ്ങൾ നമ്മളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകും. അത് കൂടുതൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, പെട്ടെന്ന് വന്നാൽ പോലും അതിങ്ങനെ നമ്മളെ അസ്വസ്ഥരാക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ. ഇതാണ് നമ്മളുടെ ഈ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതാണ്. അതായത് നമ്മൾ എന്ത് മനസ്സിൽ ചിന്തിക്കുന്നു അതിനനുസരിച്ച് നമ്മളുടെ ശരീരം ഒപ്പം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഡിസ്റ്റൻസ് ചെയ്യുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ അത് വരുന്നു, അതിനെ കാണുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ നിരീക്ഷിക്കുന്നു, ഒരു നിരീക്ഷകനെ പോലെ കാണുന്നു എന്ന് പറയുമ്പോൾ പ്രതികരിക്കുന്നില്ല, നമ്മൾ അതിനെ സ്വന്തമാക്കുന്നില്ല, ഇടപഴകുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആ വികാരത്തിന് ഒപ്പിച്ച് നമ്മളുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നില്ല. അതിന്റെ മറ്റൊരു ഉദാഹരണം, നമ്മളൊരു കണ്ണാടിയിൽ ഒരു കാര്യം പ്രതിഫലിച്ചു കഴിഞ്ഞാൽ കണ്ണാടി ഒരിക്കലും ഒരു പ്രതിഫലനവും സ്വന്തമാക്കുന്നില്ല. ഉണ്ടോ? നമ്മൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ അത് മാറി, അത്രേ ഉള്ളൂ. ദാറ്റ് മീൻസ് അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി വരുന്നു, കാണുന്നു, അത് പോകുന്നു എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അതിനോട് എന്താണ് നമ്മൾ ഒന്നു ചേരുന്നില്ല, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ഭാഗമാക്കുന്നില്ല, അതിനെ നമ്മൾ കൂടുതലായിട്ട് സൽക്കരിക്കുന്നില്ലെന്ന് വന്നു കഴിയുമ്പോൾ അത് പോകും. അതാണ് ഓരോ ചിന്തകളും വന്നു പോകുന്നത്. നമ്മൾ ആകാശത്ത് നമ്മൾ കാണുന്ന എന്താണ് മേഘങ്ങൾ പോലെ അതിങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, വന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ അതിനെ സ്വന്തമാക്കാല്ല, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമാണത്, പക്ഷേ നമ്മൾ അതിനെ കൂടുതൽ സ്വന്തമാക്കുക എന്ന് പറയുന്നത് വാരി പുണരുക, അല്ലെങ്കിൽ നമ്മൾ കെട്ടിപ്പിടിക്കുക. നമ്മൾ നമ്മുടെ വീട്ടിൽ വരുന്നവരോടുള്ള നമ്മുടെ സ്നേഹം കാണിക്കുന്ന പോലെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അതിനെ നമ്മൾ സ്വന്തമാക്കി എന്റർടൈൻ ചെയ്യുന്നില്ല എന്നർത്ഥം. ഒരു ടെമ്പററി ഓണറാക്കി മാറ്റുക അല്ലെ സാർ? ഒരു ടെമ്പററി ഓണറാക്കി മാറ്റുക. ഓക്കെ, അല്ല സാറേ, അതായത് ട്രിഗേഴ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആണ് നമ്മൾ അങ്ങനെ മാറ്റേണ്ടത്. അല്ല, ട്രിഗർ വഴി നമുക്ക് കിട്ടും. ഒരു ട്രിഗർ കിട്ടിക്കഴിയുമ്പോഴേക്കും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വിചാരങ്ങൾ വരുന്നുണ്ട്, പക്ഷെ നമ്മൾ അത് അറിയുന്നു. ജസ്റ്റ് നമ്മൾ അറിയുക മാത്രം ചെയ്യാനുള്ള ഒരു കഴിവ് മൈൻഡ്ഫുൾനെസ്സിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ ഉദ്ദേശിച്ച സാറേ, അത് നല്ല കാര്യമാണെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്ത്. അല്ല, നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. നല്ല കാര്യം, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇറ്റ്സ് ഓൾ റൈറ്റ്. നമ്മളിപ്പം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ട്രിഗേഴ്സ്, അങ്ങനെയുള്ള വികാരങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ മാറ്റാനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. അതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ്. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ഓക്കെ റോയ് സാർ. സാർ അൺമ്യൂട്ട് ചെയ്യാൻ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, വളരെ ഭംഗിയായി അത് ഞാൻ ഉൾക്കൊള്ളുന്നു. റീഫ്രെയിമിങ് നെഗറ്റീവ് ആയിട്ടുള്ളതായ കോഗ്നിറ്റീവ് റീഫ്രെയിം ചെയ്യുന്ന ഒരു ടെക്നിക്ക് മൈൻഡ്ഫുള്ളിലൂടെ ഞാൻ മനസ്സിലാക്കി. ഓക്കെ, താങ്ക് യു സാർ. റീഫ്രെയിമിൽ സാർ ഉപയോഗിച്ച ആ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ സഹായിച്ചു. കാരണം ഒരു തോട്ട് എങ്ങനെയാണ് റീഫ്രെയിം ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ആ പ്രോസസ്സിങ്, റീഫ്രെയിം ചെയ്യാത്ത അവസ്ഥയും റീഫ്രെയിം ചെയ്ത അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് എന്താണ് കാര്യം കേൾക്കുമ്പോൾ നല്ല രസമാണ് റീഫ്രെയിമിങ്. പക്ഷെ എങ്ങനെയാണ് ഒരു തോട്ടിനെ റീഫ്രെയിം ചെയ്യുക എന്നുള്ളത് പലപ്പോഴും നമ്മൾക്ക് പ്രായോഗിക തലത്തിൽ അത് എളുപ്പമല്ല. അപ്പം അതിനെ എങ്ങനെ എളുപ്പത്തിൽ റീഫ്രെയിം ചെയ്യാമെന്ന് എക്സാമ്പിൾ പറഞ്ഞത് വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ദാറ്റ്സ് വെരി ഗുഡ് തിങ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? സാം സാർ.
ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇന്ന് ഒരു ക്ലാസ് കൂടെ ഉണ്ട് 8:30-ക്ക്. ഇന്ന് ഓട്ടിസം ഡേ ആണ്. സ്പെസിഫിക് ലേണിംഗ് ഡിസേബിലിറ്റിയുടെ ഒരു ക്ലാസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. വ്യാഴാഴ്ചകളിലാണ്. ഇന്ന് സാറിൻ്റെ അസൗകര്യം കൊണ്ടൊന്ന് ബുധനാഴ്ചത്തേക്ക് മാറ്റിയതാണ്. എന്താ സാറേ, എനിക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അല്ലല്ല, സ്പെസിഫിക് ലേണിംഗ് ഡിസേബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ അൻസാർ സാറിൻ്റെ ഒരു ക്ലാസ്സിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് സാധാരണ വ്യാഴാഴ്ച ദിവസം 8:30-ക്കാണ്. അപ്പൊ നാളെ സാറ് ഫ്രീ അല്ലാത്തതുകൊണ്ട് ഇന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് 8:30 ക്ലാസ് ഉണ്ട്. ഓക്കെ, Okay. വേറെ ഒന്നുമില്ല. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം. താങ്ക് യു സർ. Good night to you all. Okay, See you. bye bye. Thank you. Bye. Bye.